ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അജിത് കുമാർ. മനുഷ്യനെ കൂടുതൽ ശുദ്ധീകരിച്ച് നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറാൻ 2026 ഒരു റംസാൻ വ്രത അനുഷ്ഠാനത്തിൻ്റെ കാലം കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നു മുതൽ വരുന്ന 30 ദിവസക്കാലം വിശ്വാസികളായ മനുഷ്യർ, പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ, പ്രവൃത്തികളിലും ചിന്തകളിലും ബുദ്ധിയിലും കർമ്മത്തിലും എല്ലാത്തിലും ശുദ്ധീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമായി മാറാൻ പരിശ്രമിക്കും. ആയിരക്കണക്കിന് വർഷം കൊണ്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ ഇതുപോലെ തന്നെയാണ് ശബരിമല 41 വ്രതാചരണം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈസ്റ്റർ നോമ്പായ 50 ദിവസക്കാലം വരുമ്പോൾ ധാരാളം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനുഷ്ഠിക്കുന്നത്. എന്നാൽ റംസാൻ നോമ്പിൻ്റെ കാര്യത്തിൽ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏകദേശം 13-15 മണിക്കൂറോളം, അത് ആ പീരീഡ് അനുസരിച്ച് അത്രത്തോളം ശക്തമായിട്ടാണ് റംസാൻ നോമ്പ് വിശ്വാസികൾ ആചരിക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവർക്കത് ആചരിക്കാം. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരുന്നു. ഞാനും 2006 മുതൽ ഈ 2026 കാലം എൻ്റെ 21ാമത്തെ വർഷത്തെ റംസാൻ നോമ്പ് കാലമാണ് വന്നിരിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ ഞാൻ 22 ദിവസം, 20 ദിവസം, 15 ദിവസം ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. പക്ഷേ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. എൻ്റെ മാതാപിതാക്കളും അപ്പൂപ്പനമ്മൂമ്മമാരും ഇങ്ങനെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള, നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കും വ്രതങ്ങൾ. അതൊരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഈ ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെച്ച് ഒരിക്കൽ എന്ന് പറയുന്ന രീതിയിൽ എടുക്കാറുണ്ട്. പക്ഷെ 30 ദിവസക്കാലം എടുക്കുമ്പോൾ അതിന് നമ്മുടെ ജീൻ ആക്ഷൻ, നമ്മുടെ ശരീരം, അതിൻ്റെ ആന്തരിക ഘടന അതിന് സജ്ജമായിരിക്കണം. അപ്പോൾ എന്നെപ്പോലെയുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള പാരമ്പര്യത്തിൻ്റെ ബലമില്ലാത്തത് കൊണ്ട് തന്നെ വായിലും നാക്കിലും ചുണ്ടിലും എല്ലാം അൾസർ പോലെയുള്ള പൊട്ടലുകളും നീറ്റലുകളും ഉണ്ടാകും. പിന്നെ ആൻറ്റിബയോട്ടിക്കിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കടും ഫാസ്റ്റിംഗ് എടുക്കാറില്ല എങ്കിലും അത് കുറച്ചുവെങ്കിലും ഈ 30 ദിവസക്കാലം ഞാൻ ബ്രഹ്മചര്യ വ്രതത്തിൽ എന്ന് പറഞ്ഞാൽ നോട്ടത്തിലായാലും പെരുമാറ്റത്തിലായാലും പ്രവൃത്തികളിലായാലും എല്ലാത്തിലും കൂടുതൽ ശുദ്ധീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും അത് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. 2006 എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, 2004 അഹങ്കാരിയായിരുന്ന, കുറേ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കി പഠിപ്പിച്ച് കോളേജിലൊക്കെ കയറി പഠിപ്പിച്ച ഞാൻ മുഴുത്ത അഹങ്കാരം വന്നപ്പോൾ വേദഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ തന്നെ അഹങ്കാരിയുടെ ഭവനം ദൈവം തകർത്ത്, എൻ്റെ കുടുംബമെല്ലാം തകർന്ന്, എല്ലാം തകർന്ന് നാമാവശേഷമായും. കൂടാതെ 2006 എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ, ഞാൻ വിശ്വസിച്ചിരുന്ന കുറേ ആൾക്കാർ എന്നെ ഏറ്റവും ബ്രൂട്ടലായിട്ട് ചതിക്കുകയുണ്ടായി. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചതിയും വഞ്ചനയും നേരിട്ട് അനുഭവിച്ച ആളാണ്. ആ വ്യക്തികളെയോ സംഭവങ്ങളോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 2006 മനസ്സാ വാച അറിയാതെ ഞാൻ ചതിക്കപ്പെട്ടപ്പോൾ, 2020 ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോഴും എയർപോർട്ടിൽ ഞാൻ ആളിനെ കൂട്ടിയെന്ന് പറഞ്ഞ് മനസ്സാ വാച അറിയാതെ ഞാൻ ചതിക്കപ്പെട്ടിരുന്നു. അതുപോട്ടെ, പക്ഷെ ഒരുപാട് ചതികളെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 2006 എനിക്ക് ചതി നേരിട്ടപ്പോൾ ഞാൻ ആറ്റിങ്ങലിലുള്ള ജുമാ മസ്ജിദിൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഒരു സന്ധ്യാസമയത്ത് എനിക്കെതിരെ വന്ന ഈ ചതി, ഇത് ചതിയാണെന്നും കള്ളമാണെന്നും അധർമ്മമാണെന്നും തെളിയിച്ചു തന്നാൽ ഞാൻ ആ വർഷത്തെ റംസാൻ നോമ്പ് പിടിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേർച്ച നേർന്നത്. അന്ന് എന്നെ കാസർഗോഡേക്ക് അന്യായമായി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പക്ഷേ ഈ ശക്തമായ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാവാം ആ കാസർഗോഡ് നിന്ന് 3 മാസം പോലും തികച്ചില്ല എന്നെ തിരിച്ച് തിരുവനന്തപുരത്തെ ജില്ലയിലെ ഒരു +2 സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി
ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന രീതിയിൽ +2 പോയതായിരുന്നു. പക്ഷേ 3 വർഷം പീഡിപ്പിക്കാൻ കൊണ്ടുപോയെങ്കിലും 3-ാം മാസം എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് ആദരണീയനായ ബേബി സാറായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, LDF സർക്കാരായിരുന്നു. അന്ന് ഞാൻ നോമ്പെടുത്തു, അനുഷ്ഠിച്ചു. അന്നത്തെ നോമ്പ് 22 ദിവസത്തോളം ഞാൻ പിടിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അന്ന് ആ വർഷം എടുത്ത ഞാൻ പിന്നെ ഇന്ന് വരെയും ഈ വർഷം വരെയും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ആ മാസം ആവാൻ കാത്തിരിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ 41 വ്രതം എടുക്കുന്നതും. അതുപോലെ ഈസ്റ്റർ നോമ്പ് കാലങ്ങളിലും അത്രയും ദിവസങ്ങൾ പിടിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭക്ഷണപാനീയങ്ങൾ അതൊന്നും ഉപേക്ഷിച്ചില്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള വ്രതശുദ്ധിയോടെ ഏറ്റവും നല്ല ധാർമ്മികമായി തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഈ 30 ദിവസം റംസാൻ നോമ്പിൽ, അതുപോലെ തന്നെ ഈസ്റ്റർ നോമ്പായാലും 41 വ്രതമായാലും ഏത് നോമ്പായാലും അവരവരുടെ വേദഗ്രന്ഥങ്ങളും കൂടെ 10 മിനിറ്റ് സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അകം ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് വെറും വിശ്വാസമായിട്ടോ അമിത വിശ്വാസമായിട്ടോ കാര്യമില്ല. നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും പ്രധാനം. 2006 ഞാൻ ഈ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഖുർആൻ കൈകൊണ്ടെടുക്കുന്നത്, ബൈബിൾ എടുക്കുന്നത്, ഗീത എടുക്കുന്നത്, വേദങ്ങൾ എടുക്കുന്നത്. ബയോളജിയിൽ, മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഞാൻ, ബയോളജി അധ്യാപകനാണ് ഞാൻ, ലൈഫ് സയൻസിലെ അധ്യാപകനെ ഞാൻ. കുറേ ഡിഗ്രി ഉണ്ടായതുകൊണ്ട് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വേദങ്ങളോട് പഠിച്ചു കഴിഞ്ഞതോടുകൂടി ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഏകദേശം 18 വർഷത്തിലധികം 2000-ഓളം കൗൺസിലിംഗ് ഷോ, മോട്ടിവേഷൻ ഷോകൾ നടത്തിയത്. ധാരാളം വ്യക്തികളിൽ, കുട്ടികളിൽ മാനസാന്തരം വരികയും അവർ നന്മയിലേക്ക് എത്തിച്ചേർന്നതായിട്ട് അധ്യാപകർ പറഞ്ഞു, പാരൻസ് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു. അതിലെന്നെ ബലപ്പെടുത്തിയത് ഖുർആൻ വചനങ്ങളായിരുന്നു. ഞാൻ സത്യസന്ധമായി പറയുന്നു, ഇന്ന് ഞാൻ ചില സ്ഥലങ്ങളിലെ മോട്ടിവേഷനിൽ ചില ന്യൂസുകൾ കേട്ടു. ഖുർആൻ വചനങ്ങൾ അറിയാമെന്ന് പറഞ്ഞും, അല്ലെങ്കിൽ ഖുർആൻ അറിയാമെന്നും പറഞ്ഞും, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന, ഖുർആൻ അറിയാമെന്ന് പറയുമ്പോൾ ഇസ്ലാം സഹോദരങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളും പോയി പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ജോലി പോലും റിസൈൻ ചെയ്ത് പോയിട്ട് അവസാനം ചില പീഡനങ്ങളിലൊക്കെ എത്തിയ ചില ന്യൂസുകൾ ഞാൻ കേട്ടു. ആ കാര്യങ്ങൾ പറയാനല്ല ഞാൻ വന്നത്, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ വേദം പഠിച്ചത് പണമുണ്ടാക്കാനായിരുന്നില്ല. ഞാൻ വേദം പഠിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് ശരിയാണോ അല്ലയോ എന്താണെന്ന് അറിയാൻ വേണ്ടി 2006 ഞാൻ വേദം പഠിച്ചു തുടങ്ങി. എൻ്റെ അമ്മയ്ക്കും അച്ഛനും നേരത്തെ തന്നെ വെളുത്ത മുടി വന്നിരുന്നത് കൊണ്ട് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ ആ വെളുത്ത മുടി എൻ്റെ ചെറുപ്പത്തിലെ തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് വെളുത്ത മുടികൾ വന്നു. പക്ഷെ മലയാളികൾ കുറച്ച് പേർക്കുള്ള പ്രശ്നം വെളുത്ത മുടി വന്നാലുടനെ കിളവനാക്കുക എന്നുള്ളതാണ്. ഞാനും ഇന്നത്തെ ആക്ടർ ദിലീപും സംവിധായകനായ നാദിർഷയെല്ലാം ഒരേ പ്രായമാണ്. SSLC ഒരേ കാലഘട്ടത്തിൽ, ഒരേ വർഷത്തിൽ പല സ്കൂളുകളിൽ പഠിച്ചിരുന്നവരാണ്. അവർക്ക് ആ വെളുത്ത മുടിയില്ല. എനിക്ക് എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതുണ്ടായി. ഞാൻ ഈ വേദം പഠിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പഠിച്ചപ്പോൾ എൻ്റെ വെളുത്ത മുടിയും വന്നപ്പോൾ കുറേ പേര് എന്നെ വയസ്സിനാക്കി, കിളവനാക്കി. പക്ഷേ എൻ്റെ മോട്ടിവേഷൻ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു. 2000-ഓളം കൗൺസിലിംഗ് ഷോകൾ എവിടെന്നെങ്കിലും ഞാൻ 50,000 രൂപയോ 1,00,000 രൂപയോ 10,000 രൂപയോ എന്തിന് ഒരു ഫീസ് ഞാൻ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, 27 പ്രാവശ്യം ഞാൻ അന്യ രാജ്യങ്ങളിൽ പോയി. അതിൽ 7-8 പ്രാവശ്യം ദുബായിൽ കൊണ്ടുപോയി. പല UAE, GCC മുഴുവൻ രാജ്യങ്ങളും പലവട്ടം പോയി. 27 പ്രാവശ്യം പോയി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 25 പ്രാവശ്യം പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രാവശ്യം പോയതിന് പോലും 1,00,000 രൂപയോ 50,000 രൂപയോ 10,000 രൂപയോ എന്തിന് 1 രൂപ എന്നെ കൊണ്ടുപോയ മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ, ഞാൻ ആരുടെ നിന്നെങ്കിലും 1 രൂപയെങ്കിലും ഫീസ് ഇനത്തിൽ വാങ്ങിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് നോക്കുക. പക്ഷെ അവരുടെ സ്നേഹ സമ്മാനങ്ങളായി ഈത്തപ്പഴങ്ങളും വസ്തുവകകളും മറ്റു ദാനങ്ങളും, കുറച്ച് സക്കാത്ത് പോലെ അല്ലെങ്കിൽ ദാനങ്ങളായി കുറേ പണവും എനിക്ക് കിട്ടിയിരുന്നു. ആ പണം മുഴുവൻ എനിക്ക് കിട്ടിയത് മുഴുവൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനതിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പത്തനാപുരം ഗാന്ധി ഭവൻകാർക്കറിയാം. സോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഒരു സഹോദരങ്ങളെയും ഞാൻ അപമാനിച്ചിട്ടുമില്ല. ഇതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. സോ ജ്ഞാനം നേടേണ്ടത് നമ്മുടെ ആന്തരികമായ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഈ സിന്ദൂരം ഇതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ പോലെയാണ്. ഇത് നമുക്ക് മായ്ച്ചു കളയാം. പക്ഷേ 30 ദിവസം ചെയ്യുന്ന നിസ്കാരത്തഴമ്പ് അല്ല, 30 ദിവസമല്ല, ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന നിസ്കാരത്തിലൂടെയുള്ള നിസ്കാരത്തഴമ്പ് നമുക്ക് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. പറ്റുമോ? ഇനി ഞാൻ ഈ സിന്ദൂരം എന്ന് പറയുന്ന കുറി
മായ്ച്ചതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസി അല്ലാതാകുന്നില്ല.